ഹായ് എവരിബഡി, വെൽക്കം ടു സെക്കൻഡ്സ് HD. ഇത്തവണ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പുതിയ മാരുതി സുസുക്കി എർട്ടിഗയാണ്. ഇതിൽ 3 ടൈപ്പ് എൻജിനാണ് ഈ വാഹനത്തിലുള്ളത്. ഡീസൽ എൻജിൻ 25 km/ലിറ്റർ മൈലേജ് നൽകുന്ന ഒരു ഡീസൽ എൻജിനും 19.34 km/ലിറ്റർ നൽകുന്ന ഒരു പെട്രോൾ എൻജിനും, അതുപോലെ തന്നെ മാനുവലായിട്ടുള്ളത് പെട്രോൾ എൻജിൻ മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓട്ടോമാറ്റിക് പെട്രോൾ എൻജിനിൽ 18.69 km/ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിന് റിക്ലൈനർ സീറ്റ്സ് ആണ് തേർഡ് റോയിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3D ടെയിൽ ലാമ്പ് ഉണ്ട്, അത് LED ടെയിൽ ലാമ്പാണ് നൽകിയിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം വരുമ്പോൾ ഇത് കളർ TFT കളർ സ്ക്രീനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ K5 എൻജിനാണ് ഇതിനുള്ളത്. ഇത് പ്രോഗ്രസീവ് ഹൈബ്രിഡ് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സോ മൈലേജ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ, എന്നാൽ പവർ എഫിഷ്യൻസി ഒട്ടും കുറയ്ക്കാതെ തന്നെയാണ് എർട്ടിഗ ഇത്തവണ മാരുതി സുസുക്കി ഇറക്കിയിരിക്കുന്നത്. പിന്നെ K15 സ്മാർട്ട് ഹൈബ്രിഡ് എൻജിനാണ്. ഈ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് 1462 cc ആണ്. 1462 cc എൻജിനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ദെൻ പവർ എന്ന് പറയുന്നത് 77 kW at 6000 RPM ആണുള്ളത്. ടോർക്ക് എന്ന് പറയുന്നത് 138 Nm at 4400 RPM ആണുള്ളത്. പിന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസ് എന്ന് പറയുമ്പോൾ LXI, LDI, VXI, VDI അത് ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ZXI, ZDI ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ ZXI പ്ലസ്, ZDI പ്ലസ്, ഇങ്ങനെ 2 വേരിയൻസ് കൂടെയാണ് വരുന്നത്. നമുക്ക് പഴയ എർട്ടിഗയിൽ നിന്ന് നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ പുതിയ എർട്ടിഗയിൽ കാണാൻ കഴിയും. പിന്നെ ഒരുപാട് വലിപ്പമുണ്ട് ഈ വണ്ടിക്ക്. നമുക്ക് പഴയ എർട്ടിഗയിൽ നിന്ന് ഒരുപാട് കംഫർട്ടബിളാണ് യാത്ര. ഇതിൻ്റെ ഇൻറ്റീരിയർ വളരെ മനോഹരമായിട്ടാണ് മാരുതി സുസുക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അഞ്ച് കളറുകളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഒരു പേൾ മെറ്റാലിക് റെഡ് കളറാണ്. പിന്നെ മെറ്റാലിക് മാഗ്മ ഗ്രേ എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. പേൾ മെറ്റാലിക് ഓക്സ്ഫോർഡ് ബ്ലൂ ഉണ്ട്. പേൾ ആർട്ടിക് വൈറ്റ് ഉണ്ട്. മെറ്റാലിക് സിൽക്കി സിൽവർ ഉണ്ട്. ഇങ്ങനെ 5 കളറുകളിലാണ്, 5 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അലോയ് വീലാണ് ഇതിന് നൽകിയിരിക്കുന്നത്, സിൽവർ അലോയ് വീലാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ സീറ്റ്, ഇതിൻ്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് പല സ്റ്റൈലിലാണ് ഓരോ വേരിയൻറ്റിനും വരുന്നത്. അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ മെറ്റീരിയലിൽ എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷേ വളരെയധികം കംഫർട്ടബിളായിട്ടാണ്, സെയിം കംഫർട്ട് തന്നെയാണ് എല്ലാത്തിലും കിട്ടുന്നത്. സോ വളരെയധികം കംഫർട്ടബിളായിട്ട് ഈവൻ ലോ എൻഡ് മോഡൽ മുതൽ ഹൈ എൻഡ് മോഡൽ വരേക്കും നല്ല കംഫർട്ടാണ്. നമുക്ക് യാത്രാസുഖം നല്ല രീതിയിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഹൈ എൻഡ് വേരിയൻറ്റിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ മാപ്പിൾ വുഡ് ഫിനിഷ് വരുന്നുണ്ട്. അത് വളരെയധികം എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വണ്ടിക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഡോറിൽ ഇല്ലുമിനേറ്റഡ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ താഴെ. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്പെഷ്യാലിറ്റി ഈ വാഹനത്തിനുണ്ട്. പിന്നെ എർട്ടിഗയുടെ മാറ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പഴയ എർട്ടിഗയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഈ പുതിയ എർട്ടിഗയിൽ മ്യൂസിക് സിസ്റ്റമൊക്കെ വളരെ ഇമ്പ്രൂവ്ഡ് ആണ്. ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റി എല്ലാം സൂപ്പർബാണ്. എക്സ്റ്റീരിയർ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്തുകൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. 8 ലക്ഷമാണ്, 8 lakhs ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് മത്സരിക്കുന്നത് ടൊയോറ്റ ഇന്നോവ, ഹോണ്ട BRV ആ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളോടൊപ്പമാണ് ഇത് മത്സരിക്കുന്നത്. എന്തുകൊണ്ടും വില വളരെയധികം കുറവാണെന്നതാണ് ഇതിനൊരു സവിശേഷത. അതുപോലെ സാധാരണക്കാർക്ക് വളരെയധികം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മീൻസ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ പുതിയ മാരുതി സുസുക്കി എർട്ടിഗ.